Easton മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഹൽവ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ മാസം നാട്ടിൽ പോയപ്പോൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. എനിക്ക് സമയം കിട്ടിയില്ല അത് എഡിറ്റ് ചെയ്യാനായിട്ട്, അതാണ് ഇത്രയും ലേറ്റ് ആയത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടില്ല, നല്ല ശരിക്കും നമ്മൾ ബോംബെ ഹൽവയൊക്കെ കഴിക്കുന്ന പോലെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ മാംഗോ ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഹൽവ ഉണ്ടാക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു പാനിലോട്ട് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ആ നെയ്യ് ഒന്ന് ഉരുകി തുടങ്ങുമ്പം നമുക്കൊരു 7-8 കാഷ്യൂ നട്ട്സ്, നമുക്ക് വേണമെങ്കിൽ അത് മുറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ, അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതേ പാനിലോട്ട് തന്നെയാണ് ഞാനിവിടെ 1/4 കപ്പ് മാംഗോയുടെ പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതായത് നല്ല പഴുത്ത മാങ്ങയായിരിക്കണം, നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പം ആ മാങ്ങ ഞാൻ മുറിച്ചതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം മെഷറിംഗ് കപ്പിൽ മെഷർ ചെയ്തിട്ട് 1/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ എന്ന് പറയുന്നത് സ്ട്രോബെറി ഫ്ലേവർ അല്ലെങ്കിൽ വേറെ ഫ്ലേവർ ഒന്നും ചേർക്കരുത്, വെനില തന്നെ ചേർക്കണം. കാരണം ഈ മാംഗോയുടെ വെനില ആയിരിക്കും ഏറ്റവും നല്ല കോമ്പിനേഷൻ വരിക. പിന്നെ നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈ 1/2 കപ്പ് വെള്ളം ഞാൻ കുറേശ്ശെ പല ഘട്ടങ്ങളിലായിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ കുറച്ച് ചേർക്കുവാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്ലെയിം ഓഫാണ്, ഓൺ ചെയ്ത് വെക്കരുത്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ കസ്റ്റേർഡ് പൗഡറിലൊക്കെ ചിലപ്പോൾ കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കട്ടയെല്ലാം വിടിയിച്ച് വേണം കൊടുക്കാനായിട്ട്. അങ്ങനെ വിടിയിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇരിക്കണം. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതും. അപ്പോൾ ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ നന്നായിട്ട് ഇളക്കാം. പിന്നെ നമുക്കിതിലോട്ടൊരു 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയുടെ അളവൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മാങ്ങയുടെ മധുരം അനുസരിച്ചിരിക്കും. ഇപ്പോൾ മധുരം കുറവുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ പഞ്ചസാര വേണ്ടി വരും. ഇപ്പം എൻ്റെ കയ്യിലുള്ള നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ആദ്യം ചേർക്കുന്നത്. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഞാനൊരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർക്കാം കേട്ടോ. ഇപ്പം ഇതിൽ ഇച്ചിരി ഉള്ളൂ, കുറച്ചും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സിയിൽ അത് പൊടിച്ചെടുക്കണം. അപ്പം ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പം നമ്മുടെ ഏലക്കയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും. കുറച്ച് പഞ്ചസാരയുടെ കൂടെ പൊടിച്ചെടുക്കുമ്പം ഒറ്റയ്ക്ക് പൊടിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായി പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ പഞ്ചസാര ഇട്ട് പൊടിച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇവിടെ ഇപ്പം നല്ല രീതിയിൽ തന്നെ ഞാൻ ഇളക്കി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളുടെ കസ്റ്റേർഡ് പൗഡറിലെ കട്ടയെല്ലാം വിടിച്ച് നല്ല ക്രീമി പരുവായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ എപ്പോഴും ഫ്ലെയിം മീഡിയം ലോയിൽ വേണം വെക്കാനായിട്ട്. തീരെ ലോയിലും വെക്കരുത്, എന്നാൽ ഒരുപാട് ഹൈയിലും വെക്കരുത്. അപ്പോൾ എപ്പോഴും മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ബാക്കി ഏതൊരു ഹൽവ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ ഹൽവയും ഒരുപാട് നേരിട്ട് നമ്മൾ ഇളക്കിയെടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ഹൽവ പരുവം ആയി കിട്ടുള്ളൂ. കുറച്ച് സമയമായിട്ട് ഇളക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറപ്പാണ് ഒരുപാട് പേര് ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ടാകും, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യണേന്ന്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊരു കഷ്ടപ്പാടായിട്ട് നമുക്ക് തോന്നിയേയില്ല. കാരണം ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ എൻഡ് റിസൾട്ട് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റിന് കൊടുക്കും, അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ 1.5 മണിക്കൂറൊക്കെ വേണമെങ്കിൽ ഇതിന് മാറ്റി വെച്ചാൽ മാത്രം മതി. അപ്പം ഞാനൊരു ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുക. അപ്പോൾ ഒരുപാട് നാൾ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ദിവസത്തെ 1.5 മണിക്കൂറിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമ്മുടെ മക്കൾക്ക് നല്ല വീട്ടിലുണ്ടാക്കിയ യാതൊരു കേടില്ലാത്ത സാധനങ്ങൾ കൊടുക്കാൻ പറ്റും, ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്.
ഇതേപോലത്തെ സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ്, അതായത് മാങ്ങ, ചക്ക, അതൊക്കെ സീസണൽ സംഭവങ്ങളാണ്. അപ്പോൾ ആ സീസൺ അനുസരിച്ച് നിങ്ങൾ ഇതേപോലെ പാകം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കേടുകൂടാണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ മാങ്ങേനെക്കാട്ടി കൂടുതലും ചക്ക ഒരുപാട് നാൾ വിളയിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചിലർ പുറത്തൊക്കെ വെക്കാറുണ്ട്. പക്ഷെ ഞാൻ പുറത്ത് വെക്കാൻ സജസ്റ്റ് ചെയ്യില്ല, നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കേണ്ടി വരും. അപ്പോൾ ചക്ക വരട്ടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല വീഡിയോ ആണ്, നല്ല റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കണം. ഞാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചക്ക വരട്ടുന്ന വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതേപോലെ സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഇളക്കി ഒരു ഹലുവ ഇളക്കി ഒരു 10 മിനിറ്റൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നമുക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് ഇളക്കാം. വീണ്ടും അവിടെ നിന്ന് ഒരു 10-12 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നെയ്യുടെ അളവെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. പക്ഷെ ഞാനൊരു 4 ടീസ്പൂണിൽ കൂടുതൽ നെയ്യ് സാധാരണ രീതിയിൽ ഇതിൽ ചേർക്കാറില്ല കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ഏലക്ക, ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ചു വെക്കാനായിട്ട്. അപ്പോൾ അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മധുരം ചേർക്കും. ഇതിൽ പഞ്ചസാര ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. മധുരം ഓവറായിട്ട് കൂടി പോകാനും പാടില്ലല്ലോ. അപ്പോൾ അതും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി എനിക്ക് ഏകദേശം ഒരു 40-45 മിനിറ്റോളം എടുത്തു കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ എന്താ പറയുക ക്വാണ്ടിറ്റി, നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഇച്ചിരിയുടെ സമയം വേണ്ടി വരും. അതുപോലെ തന്നെ എൻ്റെ മീഡിയം ലോ ഫ്ലെയിം എന്ന് പറയുന്നത് ഈ ഫ്ലെയിമിൻ്റെ ചൂടും നിങ്ങളുടെ അവിടുത്തെ ഫ്ലെയിമിൻ്റെ ചൂടിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് മാറും. പക്ഷേ ഈ ഹലുവ പരുവം എന്ന് വെച്ചാൽ ഇതേപോലെ ഇരിക്കണം. നന്നായിട്ട് വിട്ട് പോരണം. നമ്മൾ ചേർത്തിരിക്കുന്ന നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. അപ്പോൾ ഇതേപോലെ ഈ ഒരു രീതിയിൽ വന്നു തുടങ്ങുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഹലുവ പരുവം ആയെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞാനിവിടെ കുറച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടിന്നുണ്ട്, ഒരു പാത്രമുണ്ട്. അതായത് കുറച്ച് നെയ്യ് തന്നെ നെയ്യിട്ട് മയം പുരട്ടി വെച്ചിരിക്കുന്ന പാത്രം. ഇതിലോട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തണുക്കാനാക്കി മാറ്റി വയ്ക്കാം. അങ്ങനെ തണുത്തതിന് ശേഷം നമുക്കൊരു നൈഫ് വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ സൈഡ് വിടിയിച്ചതിന് ശേഷം നമുക്ക് കമിഴ്ത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. ഈ മാംഗോയുടെ കൂടെ കസ്റ്റർഡ് പൗഡർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ശരിക്കും നമ്മൾ ആ ബോംബെ ഹൽവയൊക്കെ കഴിക്കുന്ന ആ ഒരു രീതിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കാഷ്നട്ട്സും കൂടെ, നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം നമ്മളിപ്പോൾ തണുത്തതിന് ശേഷം മുറിച്ചെടുത്ത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം കാലം ഇരിക്കില്ല. കാരണം നമ്മളിതിൽ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ടാണത്. പിന്നെ എന്താണ് പറയാനുള്ളത്, പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തിന് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.